ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നന്ദനും സന്ധ്യയും അർച്ചനയും കൂടി അബ്ദുൽ ഖാദറിന്റെ മരണത്തിന് കാരണക്കാരനായ ബാസ്റ്റിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. അവരെ കാണുമ്പോൾ ബാസ്റ്റിൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്താ കാര്യം? തല്ലാനോ കൊല്ലാനോ അതോ വെട്ടാനോ? എന്താണെങ്കിലും പറഞ്ഞോ, എല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് ബാസ്റ്റിൻ പറയുമ്പോൾ നന്ദൻ പറയുകയാണ്, ബാസ്റ്റിനെ, ഞങ്ങളിപ്പോ അതിനൊന്നുമല്ല വന്നത്. കുറച്ചു നാൾ മുമ്പ് നീ ഒരു ടെമ്പോ ട്രാവലർ വാടകയ്ക്കെടുത്ത് ഒരാളെ ഇടിച്ചു കൊന്നില്ലേ? ആ കാര്യങ്ങൾ അറിയാനാ ഞങ്ങൾ വന്നത്. ഈ നിൽക്കുന്നവളുടെ ഭർത്താവിനെയാ നീ അന്ന് ഇടിച്ചത്. നിന്നെ കൊണ്ട് അതാരാ ചെയ്യിപ്പിച്ചതെന്ന് അറിയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നതെന്നും നന്ദൻ പറയുമ്പോൾ ഇത് ഏരിയ വേറെയാണെന്നും സ്ഥലം കാലിയാക്കുന്നതാ നിങ്ങൾക്ക് നല്ലതെന്നും ബാസ്റ്റിൻ പറയുന്നു. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ടേ ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയുള്ളെന്ന് നന്ദൻ പറയുമ്പോൾ അതൊന്നും നടക്കാനേ പോകുന്നില്ലെന്ന് ബാസ്റ്റിൻ പറയുന്നു. ഇത് കേൾക്കുന്ന സന്ധ്യ ദേഷ്യത്തോടെ ബാസ്റ്റിന്റെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ്. തുടർന്ന് കത്തി കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി ബാസ്റ്റിൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. നന്ദനും അർച്ചനയും സന്ധ്യയും കൂടി ബാസ്റ്റിനെ പിന്തുടർന്ന് പുറകെ പോകുന്നു. എന്നാൽ അവർക്കാദ്യം ബാസ്റ്റിനെ കാണാൻ സാധിക്കുന്നില്ല. പിന്നീട് അവർ മൂന്നുപേരും കൂടി ഒരുമിച്ചോടുമ്പോൾ കാണുന്നത് ഒരു ടെമ്പോയ്ക്കകത്ത് ബാസ്റ്റിൻ കഴുത്തറുത്ത നിലയിൽ കിടക്കുന്നതാണ്. ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവർ മൂന്നുപേരും. തുടർന്ന് ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ അവരെ രണ്ടുപേരെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തികയും അനഘയുമാണ് കാണിക്കുന്നത്. ചേച്ചി കുറെ നേരമായല്ലോ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എത്ര നേരമായി ഇങ്ങനെ ആലോചിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്? അത് പിന്നെ അനഘെ, എനിക്കൊരു ഫോൺ കോൾ വരാനുണ്ട്, നീ ഒന്ന് കാത്തു നിൽക്ക്. അങ്ങനെ അവന്തികയെ അജയൻ വിളിച്ച് ബാസിന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടുണ്ടെന്നും ഇനി അവൻ എന്താണെങ്കിലും ആരോടും ഒന്നും പറയില്ല, അവനിപ്പോ പരലോകത്തെത്തിയിട്ടുണ്ടെന്നും അജയൻ പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തികയ്ക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് ഫോൺ വെച്ചതിന് ശേഷം അവന്തിക അനഘയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ആ ഡോക്ടർ അബ്ദുൽ ഖാദറിനെ കൊന്നില്ലേ? ആ കൊലപാതകത്തിന് എന്റെ ഒപ്പം നിന്ന ബാസ്റ്റിൻ എന്ന് പറയുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നേ. പോലീസുകാരെക്കാൾ മുമ്പേ തന്നെ നെല്ലിശ്ശേരിയിലെ മൂന്നംഗ സംഘം അവിടെ അന്വേഷണത്തിന് ചെന്നിരിക്കുന്നു. ഞാനൊരു കാര്യം ചെയ്തു, എന്റെ ആളെ വിട്ട് അവനെ അങ്ങ് തട്ടിയേച്ച്. ചേച്ചി എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞെന്ന് അനഘ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കുമെന്ന് അവന്തികയും പറയുന്നു. വൈകുന്നേരം ഒരു പള്ളി വരെ പോകണം, എന്നിട്ട് ബാസ്റ്റിന്റെ പേരിൽ ഒരു മെഴുകുതിരിയും കത്തിക്കണമെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവന്തിക. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. കിടക്ക വിരിക്കുകയാണ് അർച്ചന. അതേസമയം അവന്തിക അവരുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എനിക്ക് അകത്തേക്ക് വരാലോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അർച്ചനയൊന്നും മിണ്ടുന്നില്ല. ഇത് കാണുന്ന അവന്തിക പറയുകയാണ്, അല്ലെങ്കിൽ തന്നെയും ഈ മുറിയിലേക്ക് വരാൻ എനിക്കെന്തിനാ നിന്റെ അനുവാദമൊക്കെ? അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ് അവന്തിക. ഇത്രയും വലിയൊരു അപകടം നടന്ന വീട്ടില് എല്ലാവരും ഉറങ്ങാതെ ഇരിക്കുമ്പോ നീ എന്താ ഉറങ്ങാനായിട്ട് പട്ടുമെത്ത തയ്യാറാക്കുകയാണോ എന്ന് അവന്തിക ചോദിക്കുന്നു. അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, ഒരേ ഒരു കാര്യത്തിന്റെ ഉത്തരം മാത്രം എനിക്കറിഞ്ഞാ മതി. നീ എന്തിനാ കേക്കിൽ വിഷം ചേർത്ത് എന്റെ ഭർത്താവിനെ അടക്കം ഇവിടെ എല്ലാവരെയും കൊല്ലാൻ നോക്കിയത്? ഞാനല്ല അതൊന്നും ചെയ്തതെന്ന് അർച്ചന പറയുമ്പോ അവന്തിക പറയുകയാണ്, സേതുമാധവനെയും മറ്റുള്ളവരെയും പോലെ എന്നെ വിഡ്ഢിയാക്കാമെന്നൊന്നും നീ കരുതണ്ട. ഇവിടെയുള്ള സ്വത്തുക്കൾ മുഴുവൻ ഒറ്റയ്ക്ക് അനുഭവിക്കാൻ വേണ്ടിയല്ലേ നീ ഞങ്ങളെയെല്ലാം തീർക്കാൻ നോക്കിയത്? തെളിവുകളെല്ലാം നിനക്കെതിരാ മോളെ. അതുകൊണ്ട് തന്നെ പോലീസിന് നിന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോകാനേ അധികം സമയമൊന്നും വേണ്ടി വരില്ല. നാളെ പോലീസ് വരുമ്പോഴേ ഞാൻ പറഞ്ഞത് തന്നെയായിരിക്കും അവരും പറയുന്നത്. ഇന്നൊരു രാത്രി കൂടി നീ ഇവിടെ സുഖമായിട്ട് ഉറങ്ങിക്കോ. നാളെ രാവിലെ തന്നെ ആൾക്കാർ വന്ന് നിന്റെ കയ്യില് ഇരുമ്പിന്റെ വളയം ധരിപ്പിച്ച് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകും എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുമ്പോ പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് അർച്ചന. പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നന്ദൻ പുറത്തിരുന്ന് പത്രം വായിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാഷും കമലയും വരികയാണ്. കണ്ടയുടൻ തന്നെ നന്ദൻ സന്തോഷത്തോടെ അവരെ അകത്തേക്ക് സ്വീകരിക്കുകയാണ്. തുടർന്ന് അകത്തേക്ക് ചെന്നിരുന്നതിന് ശേഷം സേതുമാധവനോട് മാഷും കമലയും കൂടി പറയുകയാണ്, ഞങ്ങള് ഒരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. അന്ന് സേതുവേട്ടൻ അനൂപിന്റെ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു? അവന് മറ്റൊരു കമ്പനിയിൽ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നത് കൊണ്ടാ അന്നത് വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവന് ഒരു ജോലി ആവശ്യമാണെന്ന് കമല പറയുമ്പോൾ സേതു പറയുകയാണ്, അത് ഞങ്ങളുടെ ഗാർമെന്റ്സിന്റെ കമ്പനിയിലേക്കായിരുന്നു. അതിന് 1-2 മാസം പിടിക്കും. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഇപ്പോഴുള്ള ഓഫീസിലേക്ക് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് അനൂപിനെ എടുക്കാം. നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്യാനും പറയാൻ സേതു പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു. കേസിന്റെ കാര്യം എന്തായെന്ന് കമല ചോദിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് അവന്തിക അങ്ങോട്ടേക്ക് വരികയാണ്. കേസിന് പരിഹാരം കാണാനാണ് നിങ്ങൾ ഇത്രയും ദൂരം വന്നത്. എന്നാലേ കേസിന്റെ
അന്തിമ വിധി എന്താകുമെന്ന് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു തരാമെന്ന് അവന്തിക പറയുമ്പോൾ എല്ലാവരും അവന്തികയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.